CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും ഒന്നാമത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരങ്ങളായ ഇഷാൻ പണ്ഡിതയെ കുറിച്ചും കൂടാതെ തന്നെ രാഹുൽ KP യെ കുറിച്ചുമാണ്. രാഹുൽ KP യുടെ അടുത്ത സീസണിലേക്കുള്ള കാര്യത്തെക്കുറിച്ച് പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലോവ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ KP യുടെ കാര്യത്തിൽ വലിയ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. പക്ഷേ ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇഷാൻ പണ്ഡിത അടുത്ത ISL-ന്റെ 11ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ തുടരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് എന്നാണ്. ഏതായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ആ ട്വീറ്റിലേക്ക് ഒന്ന് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ഇഷാൻ പണ്ഡിതയ്ക്ക് ഇനിയും ഒരു വർഷത്തെ കരാർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ അവശേഷിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി താരം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയ ഓപ്ഷനുകൾ തേടുന്നതാണ്. ഈ കഴിഞ്ഞ സീസൺ തുടക്കത്തിലായിരുന്നു ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് താരം വന്നത് എങ്കിലും ഇവാന്റെ ആദ്യ 11-ൽ ഇടം പിടിക്കാൻ ഇഷാൻ പണ്ഡിതയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ തന്നെ കഴിഞ്ഞ ISL-ന്റെ 10ാമത്തെ സീസണിൽ ആകെ 15 മത്സരങ്ങളിലായി 370 മിനിറ്റ് മാത്രമേ ഇഷാൻ പണ്ഡിതയ്ക്ക് ISL-ൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായാലും മാർക്കസിന്റെ ട്വീറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് അടുത്ത ISL-ന്റെ 11ാമത്തെ സീസണിലേക്ക് വേണ്ടി ചിലപ്പോൾ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഇഷാൻ പണ്ഡിത ബൂട്ട് കെട്ടും എന്നതാണ്. താരം കൂടുതൽ പ്ലേയിങ് ടൈം കിട്ടുന്ന ടീമിലേക്ക് ചിലപ്പോൾ പോവാൻ ചാൻസ് ഉണ്ട് എന്നും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ സംബന്ധിച്ചുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും അവരുടെ വൻമതിലായിരുന്ന മാർക്കോ ലെസ്കോവിച്ച് വിട പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കോ ലെസ്കോവിച്ചിന് പകരമായിക്കൊണ്ട് അതേ സ്ഥാനത്തേക്ക് വലിയൊരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കുക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യവുമൊന്നുമല്ല, വളരെ ടഫായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം നമുക്ക് സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു സെന്റർ ബാക്ക് താരത്തെ നിലവിൽ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ്. ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ടോം അൾഡ്രേഡ് എന്ന ബ്രിസ്ബൺ എന്ന ക്ലബിന് വേണ്ടി നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കോട്ട്ലാൻഡ് താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ശ്രമങ്ങൾ തുടരുന്നത് എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ ഈ ഒരു താരത്തിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സെന്റർ ബാക്കിലാണ് താരം മികച്ച രീതിയിൽ കളിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി നിലവിൽ കണക്കാക്കിയിട്ടുള്ളത് 3.2 കോടിയോളം രൂപയുമാണ്. അപ്പോൾ ഏതായാലും വെറും 33 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ മാർക്കോ ലെസ്കോവിച്ചിന് പകരക്കാരനാവുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റും ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് തന്നെയാണ്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി മാഗ്നസ് എറിക്സൺ എന്ന സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സ്വന്തമാക്കും എന്ന ഒരു തരത്തിലുള്ള കിംവദന്തികളൊക്കെ പുറത്തേക്ക് വരുന്നു. ഏതായാലും ഇതിനെക്കുറിച്ച് മൈക്കിൾ സ്റ്റേറ എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ പറയുന്നത് ഇപ്രകാരമാണ്: മാഗ്ന എന്നുള്ള ഒരു സൂപ്പർ താരം ഞങ്ങൾക്ക് മുന്നിൽ വളരെ നല്ലൊരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. എന്നാൽ ഇതുകൂടി നിങ്ങൾ കേൾക്കണം, ഞങ്ങൾക്ക് സ്വീഡനിൽ നിന്ന് മാത്രമല്ല താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാൻ കഴിയുക. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഒരു എറിക്സൺ എന്ന സൂപ്പർ താരവും ഞങ്ങളുടെ റദാലിലുണ്ട്. പക്ഷേ ഈ ഒരു എറിക്സനേക്കാൾ വലിയൊരു സൂപ്പർ താരം ഞങ്ങളുടെ റദാലിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു താരത്തെ സ്വന്തമാക്കാനാവും ഞങ്ങൾ ശ്രമിക്കുക. ഈ കാര്യങ്ങളെല്ലാമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റേറെ ഈ ഒരു താരത്തെ എറിക്സൺ എന്ന സൂപ്പർ താരത്തിന്റെ റൂമറുമായി അനുബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പരിശീലകന്റെ വാക്കിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു സൂപ്പർ താരത്തെയും ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ നോട്ടമിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ മാഗ്നസിനേക്കാൾ വലിയൊരു സൂപ്പർ താരത്തെ അവരുടെ റദാലിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ ആ ഒരു താരത്തെ ആയിരിക്കും ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അടുത്ത ISL-ന്റെ 11ാമത്തെ സീസണിലേക്ക് വേണ്ടി സൈൻ ചെയ്യുക. അപ്പോൾ ഏതായാലും ഈ ഒരു 3 അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടിട്ടും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാനും കൂടാതെ തന്നെ ISL വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.